അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് कुछ देर के मनन के लिए വായിച്ച സങ്കീർത്തനത്തിന്റെ 113 വാക്യം ഒന്ന് വായിക്കാം. पढ़े हुए भजन संहिता का ही 113वां भजन संहिता कलम पढ़ेंगे. मैं दुष्टों से तो बैर रखता हूँ, परंतु तेरी व्यवस्था से प्रीति रखता हूँ. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിൻ ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു. दुष्टों से तो मैं बैर रखता हूँ. പിന്നെ അതിന്റെ താഴെ എന്താ പറയുന്നേ? ന്യായപ്രമാണം എനിക്ക് പ്രിയമാകുന്നു. परंतु तेरी व्यवस्था तो मैं प्रीति रखता हूँ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യം ഇങ്ങനെ വായിക്കുന്നു. याकूब का पहला अध्याय का 6, 7, 8 कलम इस समान कहता है, എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. पर विश्वास से मांगे कुछ संदेह न करे, क्योंकि संदेह करने वाला समुद्र की लहर के समान है, जो हवा से बहती और उछलती है. ऐसा मनुष्य यह न समझे कि मुझे प्रभु से कुछ मिलेगा. वह व्यक्ति दुष्टता है और अपनी सारी बातें में चंचल है. ഇരുമനസ്സുള്ള മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. दो मन रखने वाले मनुष्य के बारे में हम सोच रहे हैं. അവരുടെ മനസ്സിനെ അവര് രണ്ടായിട്ട് വിഭാഗിച്ചു वो വെച്ചിരിക്കുകയാണ്. अपने मन को दो अलग अलग भावों में बदल कर या बांट कर बैठे हैं. ഒരു ഭാഗത്ത് അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, एक भाग में उन्हें परमेश्वर पे विश्वास है, മറു സൈഡിൽ ആ വിശ്വാസത്തെ കുറിച്ച് അവർക്ക് സംശയവും. दूसरे भाग में उसी विश्वास के ऊपर उनको एक संदेह भी है. അങ്ങനെ അവരുടെ മനസ്സിനെ അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു और വെച്ചിരിക്കുക. ऐसे उनके सोच को दो भाग में कर रखा है. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? और उसका परिणाम क्या होगा? ഒരു സ്ഥിരതയില്ലാത്ത വിശ്വാസ ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. कोई स्थिरता न हो, ऐसा एक विश्वास का जीवन उनमें होता है. അപ്പോൾ നമ്മളുടെ ഹൃദയം വിശ്വാസത്താലും അവിശ്വാസത്താലും നിറഞ്ഞിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം സ്ഥിരതയുള്ള ജീവിതമായിരിക്കും. हमारा भी विश्वास अगर विश्वास और अविश्वास के बीच में है, तो हमारे जीवन में भी विश्वास स्थिर नहीं रहेगा. അവരെ അഡ്രസ് ചെയ്യുന്നത് और उनको इस समान एड्रेस करते हैं. പാപികളെ എന്നാണ് യാക്കോബ് അഡ്രസ് ചെയ്യുന്നത്. याकूब तो उन्हें पापियों के नाम से बुलाता है. അവരോട് പറയാണ്, നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവിൻ. कहते हैं कि तुम्हारे हृदय को जो शुद्धिकरण करें. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന സംശയ വിചാരത്തെ മാറ്റി നമ്മുടെ ഹൃദയത്തെ നമ്മൾ और इसलिए ശുദ്ധീകരിക്കണം. हमारे हृदय में जो संदेह है उसे हटाते हुए हमें अपने आप को शुद्ध करना होगा. കൈകളെ ശുദ്ധീകരിക്കണം. हाथों को शुद्ध करना होगा. അപ്പോൾ വേണ്ട വിശ്വാസം നിറയുന്നില്ലെങ്കിൽ കൈകൾക്കും ഹൃദയത്തിനും അശുദ്ധി സംഭവിക്കുമെന്ന്. जैसा विश्वास से हमें भरना चाहिए, अगर नहीं भरे तो हमारा हृदय, हमारा हाथ अपवित्र या अशुद्ध रहेगा. നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പാർട്ട് ദൈവത്തിനും ഒരു പാർട്ട് ലോകത്തിനും കൂടെ കൊടുക്കാൻ കഴിയില്ല. हमारा हृदय का एक भाग परमेश्वर को, एक भाग संसार को हम नहीं दे सकते. ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞാൽ, और ज्यादा इसका विवरण कर कहूं तो നമ്മുടെ ജീവിതത്തെ രണ്ട് ദിശയിലേക്ക് നമുക്ക് നിയന്ത്രിപ്പാൻ കഴിയില്ല. हम हमारे जीवन को दो अलग अलग दिशाओं में ले जाकर नियंत्रण नहीं कर सकते. ഒരു ഭാഗത്ത് നമ്മൾ ദൈവത്തെ വെച്ചിരിക്കുന്നു, एक भाग में हम परमेश्वर को रखते हैं, മറുസൈഡിൽ സംശയ വിചാരങ്ങളും ലോകത്തെയും നിറച്ചു വെച്ചിരിക്കുന്നു. दूसरे भाग में संदेह और सांसारिक विचारों को भर रखा है. ആ ഒരു ഭാഗത്തുള്ള ദൈവത്തെ കൊണ്ട് നിത്യതയിലേക്ക് നമ്മൾ പോകുന്നു, एक भाग में जो परमेश्वर है उसको लेकर अनंतता की ओर जाते हैं. ബാക്കി ലോകത്തോട് താതാത്മ്യം പ്രാപിച്ചിട്ട് ലോകത്തിൽ കൂടെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് दूसरी പോവുകയാണ്. भाग से संसार के साथ मेल लेते हुए संसारिक बातों में जाते रहते हैं. എന്റെ മനസ്സിൽ വന്ന ചിന്ത ഞാൻ നിങ്ങളോട് मेरे പറയട്ടെ. मन में जो सोच आया मैं आपसे बांटूं. ഒരുമിച്ച് നമുക്ക് മേൽപോട്ടും താഴോട്ടും യാത്ര ചെയ്യാൻ കഴിയില്ല. एक ही साथ हम ऊपर का और नीचे का सफर नहीं कर सकते. ഒന്നുകിൽ നമ്മൾ താഴോട്ട് യാത്ര ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ മുകളിലോട്ട് या യാത്ര तो ചെയ്യും. हम नीचे की ओर अपने
सफर को लेंगे या ऊपर की ओर हम सफर करेंगे। എല്ലാ കാര്യത്തിനും വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. सारी बातों के लिए परमेश्वर से प्रार्थना करेंगे। ഒരു സൈഡിൽ ലോക കാര്യങ്ങൾ നമ്മുടെ അകത്ത് एक നിറഞ്ഞിരിക്കുന്നു. भाग में सांसारिक बातों से हमारा हृदय भरा हुआ है। അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് സംശയം നിറഞ്ഞു और इसलिए जब വരികയാണ്. हम प्रार्थना करते हैं तभी हमारे हृदय में संदेह रहता है। നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ലോകത്തെ നമ്മൾ हम കൈവിടുന്നില്ല. विश्वास तो करते हैं लेकिन सांसारिक बात को हम त्यागते भी नहीं। ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ചില അപകടങ്ങൾ എന്താണെന്നറിയോ? और ऐसे जीवन बिताने से क्या दुर्घटनाएं होंगी। അങ്ങനെയുള്ളവരുടെ ആത്മീയതയ്ക്ക് ഒരു സ്ഥിരതയുണ്ടാവില്ല. ऐसे लोगों की आत्मिकता में स्थिरता ही नहीं होगा। ആത്മീയതയിൽ ഉറച്ച തീരുമാനം അവർക്കുണ്ടാവുകയില്ല. आत्मिकता में दृढ़ता के निर्णयों को नहीं ले അവരുടെ पाएंगे। അകത്ത് ഉറയ്ക്കാത്ത വിശ്വാസമായിരിക്കും उनके ഉള്ളത്. अंदर दृढ़ रखे ऐसी विश्वास न होगी। അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് അവർ കടൽ തിരയ്ക്ക് സമമായിരിക്കുമെന്ന് और പറയുന്നത്. इसलिए तो याकूब प्रेरित कहता है कि समुद्र की लहरें के समान वो है। സമുദ്രത്തിലെ തിരയെ നമ്മൾ നോക്കുക. समुद्र के लहरें की ओर देखें हम, എത്ര വേഗം അത് ഉയർന്നു പൊങ്ങും. कितने ही जल्दी से ऊंचाई में उठता है അടുത്ത ക്ഷണത്തിൽ അത് താഴത്തേക്ക് और പോകും. क्षण भर में ये लहर नीचे भी आ जाता പിന്നെയും है, അത് ഉയരും, फिर से उठता है, പിന്നെയും അത് താഴും. फिर से वो गिरता है അതങ്ങനെ കരയിലേക്ക് അടുത്തു വരും. और ऐसे वो किनारे के नजदीक आता है। അടുക്കലേക്ക് വരുമ്പോൾ ആ മണൽത്തിട്ടയിൽ ഇടിച്ച് അത് ഒന്നുമല്ലാതെയായി തീരും. പിന്നെയും അത് പുറകോട്ട് പോകുകയാണ്. किनारे में आते ही किनारे के रेत के साथ टकराकर वो कुछ भी नहीं होता और वापस वह बह जाता है। നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവവിശ്വാസം ഉറയ്ക്കുന്നില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം സ്റ്റേബിൾ ആവുകയില്ല. हमारे हृदयों में परमेश्वर का विश्वास अगर दृढ़ ना पड़े तो हम स्थिर नहीं रह पाएंगे। ചില സമയത്ത് തിരമാല പോലെ ഏതെങ്കിലും ഉയർന്നു പൊങ്ങും. कुछ समय लहरों के समान ऊंचाई में उठेगा। എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അതുപോലെ ആ വിശ്വാസം कुछ താഴ്ന്നു जिंदगी പോകും. में परेशानी आ जाए तो वो विश्वास ऐसे ही नीचे गिर जाएगा। അവസാനം മണൽത്തിട്ടയിൽ ഇടിച്ച് ആ തിരമാല അവിടെ ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത്. अंत में जिस समान किनारे में जो रेत है उसके साथ टकराकर बहने वाला पानी हो जाता है वैसा हो जाएगा। അവസാനം ദൈവം ഇല്ലെന്ന് പറയും. अंत में ये भी कह दोगे कि परमेश्वर है ही नहीं, പ്രാർത്ഥിച്ചിട്ട് ഗുണമൊന്നുമില്ല എന്ന് പറയും. प्रार्थना कर कर कोई फायदा नहीं कहोगे। അങ്ങനെ വിചാരിച്ചാലും പറഞ്ഞാലും ऐसे विचार कर लो, बोल दो तो भी സഭായോഗത്തിനും അന്യഭാഷയ്ക്കും ഒന്നും കുറവുണ്ടാവുകയില്ല. कलीसिया में आने का, अन्य भाषा कहने में कोई कमी ना होगी। ഓർക്കുക ഒരു കാര്യം, एक बात स्मरण रखें, നമുക്ക് ഒറ്റ ദിശയിലേക്ക് യാത്ര ചെയ്യുവാൻ हमें കഴിയുള്ളൂ. एक ही दिशा की ओर अपने यात्रा को कर सकते हैं। നമുക്ക് ഒരുമിച്ച് രണ്ട് ദിക്കിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. हम एक साथ मिलकर दो अलग जगहों में यात्रा नहीं कर सकते। നമ്മൾ ഓടിക്കുന്ന വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ടാൽ അത് പുറകോട്ടേ പോകുള്ളൂ. हम जो गाड़ी चलाते हैं उसको रिवर्स गियर में लगाए तो गाड़ी पीछे ही जाएगा। അത് റിവേഴ്സ് ഇട്ടിട്ട് മുന്നോട്ടും പുറകോട്ടും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ ആ വണ്ടി അങ്ങനെ പോവില്ല. ऐसा सोचो कि रिवर्स लगा के आगे पीछे दोनों चले जाएंगे तो गाड़ी कभी ऐसा ना जाएगा। മുൻപോട്ട് പോകാനുള്ള ഗിയർ കൊടുത്താൽ വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. आगे जाने वाली गियर लगाओगे तो गाड़ी आगे ही जाएगी। എന്നാൽ ഒരുപോലെ മുമ്പോട്ടും പിറകോട്ടും പോകുവാൻ ശ്രമിക്കുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. लेकिन एक अगर गाड़ी हो जो आगे और पीछे जा सके तो विश्वासी की ही गाड़ी होती है। ഇടയ്ക്ക് വിശ്വാസം അതിന്റെ ടോപ്പിലേക്ക് വരും. बीच में ये विश्वास जो अपने चरम सीमा पे आ जाएगा അപ്പം ഭയങ്കര तब ഉത്സാഹമായിരിക്കും. तो बहुत ज्यादा उत्साह रहता है। 2 ദിവസം കഴിയുമ്പോൾ മഴ പെയ്ത് തീ അണഞ്ഞതുപോലെയായി തീരും. 2 दिन के बाद बारिश आकर आग बुझा दे ऐसी स्थिति हो जाती है। അപ്പോൾ എന്ത് സംഭവിക്കും? അതുപോലെ അത് റിവേഴ്സിൽ और പോകും. क्या होगा तब? ऐसे ही वो रिवर्स में चला അപ്പൊ जाएगा। ഈ ഗിയർ മുമ്പോട്ടും പിറകോട്ടും ഇതിങ്ങനെ സഞ്ചരിച്ചു और കൊണ്ടിരിക്കും. ये विश्वास में हम गियर आगे पीछे कर चलते रहते हैं। ആത്മീയതയ്ക്ക് സ്ഥിരതയുണ്ടാകാതെ പോകും. आत्मिकता में हमें स्थिरता नहीं बनती। फिर അങ്ങനെ സംഭവിക്കുന്നത് എന്തെന്നറിയോ? ये क्यों होता है ऐसे? ദുർബലമായ ദൈവിക ബന്ധമാണ് അതിന്റെ കാരണം. क्योंकि हम जो परमेश्वर के साथ जो रिश्ता बांधते हैं वो दुर्बल रहता है। ദേഹി ആത്മാവിനെ സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാത്തതാണ് കാരണം. देह, आत्मा और शरीर को जो प्राण को जो है एक साथ हम परमेश्वर को सौंपते नहीं है, यही उसका कारण है।
സമയത്തിന്റെ കുറവ് കൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകും. प्रार्थना में हमें समय में कमी हो जाती है, इसलिए प्रार्थना में भी कमी हो जाती ദൈവവചന है। ധ്യാനത്തിന് കുറവുണ്ടാകും. परमेश्वर के वचन में ध्यान लगाने में कमी हो जाती അങ്ങനെ है। വരുമ്പോൾ നമുക്ക് വിശ്വാസക്കുറവും ഉണ്ടാകും. ऐसे जब होता है तो विश्वास में भी कमी हो जाती എന്നാൽ है। ഇതിനെല്ലാം ഏക പരിഹാരം എന്ന് लेकिन പറയുന്നത് इन सब का एक ही समस्या का हल ये है, അത് നമ്മുടെ ഏക മനസ്സാണ്. वो हमारा एक चित्त मन रहना है। ആദ്യം ഞാൻ പറഞ്ഞ നമ്മുടെ മനസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ മറന്നു പോകരുത്. पहले जो मैंने आपको कहा कि हमारे मन को दो भागित किया है, वो भूल ना जाना। ദൈവസഭയുടെ ഏക മനസ്സിനെ അല്ല ഞാൻ ഇവിടെ പരാമർശിക്കുന്നത്. परमेश्वर के कलीसिया के एक मन को यहाँ नहीं बता रहा हूँ। ദൈവത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും രണ്ടായി മുറിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിനെയാണ് ഞാൻ एक പറയുന്നത്. व्यक्ति का मन जो दो भागित है, एक परमेश्वर के लिए, एक सांसारिक बातों के लिए, उसके बारे में कहता हूँ। രണ്ടു പാർട്ടായി തിരിച്ചു വെച്ചിരിക്കുന്ന മനസ്സ് ദൈവത്തിനു വേണ്ടി മാത്രം അത് ഏക മനസ്സായി दो തീരണം. भाग में जो बांटा गया हो परमेश्वर के लिए ही एक मन हो पाएगा। നമ്മൾ ലോകത്തെയും പാപത്തെയും ഉപേക്ഷിക്കുമ്പോൾ നമ്മളുടെ ഈ മനസ്സ് ഒന്നായി തീരും. हम संसार को और संसार के पापों को जब त्याग देते हैं, तब ये मन एक हो जाता है। അപ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തു तब വരും. हम परमेश्वर के और करीब आ जाते हैं। എന്നാൽ സ്ഥിരതയില്ലാത്ത ജീവിതത്തിന്റെ ചില എന്താ പറയാ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാം. लेकिन स्थिरता बिना वाले जीवन के कुछ उदाहरण या कारणों को बता दूं। കുറച്ചു കാലം ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കും. कुछ समय हम परमेश्वर के राह में चलेंगे ഈ ആത്മീയം പോരാ എന്ന അത്യുത്സാഹത്തിൽ നിൽക്കും. और ये आत्मिकता कम है कर और ज्यादा तीव्रता में हम खड़े रहेंगे। അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്ന പോലെ നമുക്ക് ഇതിനെ കീഴ്മേൽ മറിച്ചു വെക്കണമെന്നൊക്കെ പറയും. और हम तो ये प्रेरित कहते हैं ऐसे कि हम इसमें ही उलट जाएं। ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവുകയില്ല. और कुछ समय बीत जाए तो कुछ भी नहीं रहता। ആ ഹൃദയത്തിലുണ്ടായ തീരുമാനത്തിന് മാറ്റമുണ്ടാകും. हृदय में जो निर्णय लिया वो बदल जाएगा। അപ്പോൾ തീരുമാനം മാറിപ്പോവുകയാണ്. तब निर्णय भी बदल जाएगा। ലോകത്തിന്റെ വഴിയിൽ കൂടെ യാത്ര ചെയ്തു തുടങ്ങും. संसार के राह में चलने लगेंगे। ഇതിനെ വേണേ സാഹചര്യ ആത്മീയത എന്ന് നമുക്ക് इसको വിശേഷിപ്പിക്കാം. हम ये परिस्थिति के हिसाब से हमारा विश्वास ऐसे कह सकते ഈ हैं। സാഹചര്യ ആത്മീയത എന്താണ്? ये परिस्थितियों के हिसाब से आत्मिकता क्या होती है? എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മുട്ടിന്മേൽ കിടന്നും ഇരുന്നും നിന്നും ഒക്കെ പ്രാർത്ഥിക്കും. कोई तो समस्या आ जाए तो घुटने के बल दंडवत कर कर हम प्रार्थना करने लगेंगे। എല്ലാം ഭംഗിയാകുമ്പോൾ അതെല്ലാം തീർന്നു പോകും. सब कुछ ठीक हो जाएगा तो ये प्रार्थना भी खत्म हो जाएगा। മനുഷ്യന്റെ ഭയം ദൈവത്തിന്റെ ഭയം. मनुष्य का भय वो परमेश्वर का भय बनता है। അങ്ങനെയുള്ളവർ മനുഷ്യനെ ഭയപ്പെടും. ऐसे लोग मनुष्य की भय मानेंगे। ആത്മീയതയിൽ സ്ഥിരമായി നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ. आत्मिकता में जो मनुष्य स्थिर रहेगा वो केवल परमेश्वर से ही भय मानेगा। അവർക്ക് ദൈവത്തിന്റെ ഇഷ്ടവും മനുഷ്യന്റെ ഇഷ്ടവും അറിയാം. उसे परमेश्वर को क्या पसंद है, मनुष्य को क्या पसंद है जानता है। പക്ഷേ ദൈവ ഇഷ്ടത്തിൽ അവർ നിലനിൽക്കുകയില്ല. लेकिन परमेश्वर के पसंद में ही खड़ा रहेगा। അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നവരാകും. लेकिन फिर बदल जाते हैं तो मनुष्य को प्रसन्न करने वाले बन जाते हैं। ഇതെല്ലാം ആത്മീയ ജീവിതത്തിലെ സ്ഥിരതയില്ലായ്മയാണ്. ये सारी बातें आत्मिकता में हम स्थिर नहीं है इसलिए बनता है। നമ്മുടെ ഹൃദയത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു വെച്ചിരിക്കുന്നതിന്റെ അപാകതയാണ്. हमारे हृदयों को दो भागित करते हो उसकी खामी है ये। നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. कुछ उदाहरणों को हम देखें। രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം पहले राजा की किताब 18-21 വാക്യം. 18 का 21 को पढ़ें। ഒരാൾക്കൊന്ന് വായിക്കാം. जब सब लोगों के पास आकर कहने लगा, तो कब तक दो विचारों में लटके रहोगे? यदि यहोवा परमेश्वर हो तो उसके पीछे हो चलो, और यदि बाल हो तो उसके पीछे हो चलो। लोगों ने उसके उत्तर में एक भी बात न कही। അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് മതി സ്തോത്രം. അപ്പോൾ രണ്ട് മനസ്സുള്ള മനുഷ്യരോട് പ്രവാചകൻ ഒരു കാര്യം പറയുക. दो मन रखने वाले लोगों से भविष्यवक्ता यहाँ एक बात कहता है.
ഒന്നുകിൽ ബാലാണ് ദൈവമെങ്കിൽ അവനെ സേവിക്കാം, या तो तुमको लगता है बाल परमेश्वर तो उसकी सेवा करो, യഹോവയാണ് ദൈവമെങ്കിൽ യഹോവയെ या സേവിക്കാം. यहोवा परमेश्वर है तो उसकी सेवा करो. പക്ഷെ ജനത്തിന് ഉത്തരമൊന്നും लेकिन പറയാനുണ്ടായില്ല लोगों എന്നാ के पास വായിക്കുന്നത്. उत्तर देने के लिए कुछ नहीं था. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെ സ്ഥിതിയാണ് അവിടെ പറയുന്നത്. इस्राएली लोगों की स्थिति को यहाँ कहा जाता है. നമ്മളെ കുറിച്ച് ആലോചിച്ചാൽ, हमारे बारे में इससे सोचे तो, ഇന്നത്തെ മനുഷ്യനെ കുറിച്ച് आज ആലോചിച്ചാൽ, के मनुष्य के बारे में सोचे तो, ദൈവസഭയിൽ വരുമ്പലും തുള്ളലുണ്ടാകും, परमेश्वर की कलीसिया में आए तो उछल कूद होगा, പഞ്ചായത്തിന്റെ മീറ്റിങ്ങിന് പോയാലും തുള്ളും, पंचायत की सभा में जाओ तो भी उछलेगा, അല്ലെങ്കിൽ ഒരു മലയാളം ചൊല്ല് പറഞ്ഞാൽ തലയും വാലും കാണിക്കും. और अपना सर पूछ दोनों दिखाए ऐसे मुहावरे समान. അങ്ങനെ ഒരു മീനുണ്ട്, അങ്ങനത്തെ ഒരു മീനുണ്ട്. ऐसी एक मच्छी भी है. എന്താ, പാമ്പിന്റെ അടുക്ക ചെല്ലുമ്പോ പാമ്പിന്റെ തല പോലെ ഇരിക്കുന്ന ഭാഗം കാണിക്കും. और जब सांप के नजदीक आ जाए तो ये मछली जो है सांप के सर के समान अपने सर को दिखाएगा. പിന്നെ മീന്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോ മീന്റെ തല പോലെ ഇരിക്കുന്ന ഭാഗം അത് കാണിക്കും. लेकिन जब मछलियों के बीच में आ जाए तो मछलियों के सर जैसा अपना पूंछ दिखाएगा. അവിടെ ചെന്നാലും തുള്ളും, ഇവിടെ ചെന്നാലും തുള്ളും. उधर जाएगा तो भी नाचेगा, इधर जाएगा तो भी नाचेगा. അത് പ്രവാചകൻ പറയുകയാണ്, വളരെ അപകടമാണ്. और भविष्यवक्ता कहता है ये बहुत ही दुर्घटनामय है. രണ്ടു തോണിയിൽ എത്ര കാലം നിങ്ങൾക്ക് കാലുവയ്ക്കുവാൻ കഴിയും? दो नावों में अपने पैरों को कब तक तुम रख पाओगे? ഇരു മനസ്സ് മനുഷ്യർക്കുണ്ടാകുന്നത് കൊണ്ടാണ് രണ്ടു തോണിയിൽ കാലുവെക്കുന്നത്. और क्योंकि दो चित्तों का मन रहता है इसलिए लोग जो है दो नावों में पैर रखते അത് हैं. ഏറ്റവും വലിയ അപകടമാണ്. ये सबसे बड़ा दुर्घटना का कारण है. ഇരു മനസ്സും രണ്ടു തോണിയും, दो मन और दो नाव. രണ്ടു തോണിയിൽ കാലുവെച്ച് നീന്തി അക്കരെ കിടക്കാമെന്ന് വിചാരിക്കാൽ ഒരിക്കലും दो നടക്കുകയില്ല. नावों में पैर रखकर तैर कर किनारे पहुंच जाऊं सोचो तो कभी नहीं होने वाला. തോണി രണ്ടും രണ്ട് സൈഡിലേക്ക് അകന്നു नाव പോകും. दो भाग में जाएगा. കാലുവെച്ച പുള്ളി വെള്ളത്തിനകത്തേക്ക് മുങ്ങിപ്പോകും. जिसने दो पैर रखे होंगे वो पानी में गिर जाएगा. ജീവിതം അങ്ങനെ അവസാനിച്ചു പോകും. जिंदगी ऐसे ही खत्म हो जाएगा. പ്രവാചകൻ പറയുന്നു, യഹോവ ദൈവമെങ്കിൽ നിങ്ങൾ അവനെ സേവിക്കണം. भविष्यवक्ता कहता है यहोवा परमेश्वर है तो तुम उसकी उपासना करो. ബാലാണ് ദൈവമെന്ന് തോന്നുന്നെങ്കിൽ അവനെ സേവിച്ചു यदि കൊള്ളുക. तुम्हें लगता है कि बाल है परमेश्वर तो उसकी तुम सेवा करो. രണ്ടു മനസ്സോടെ ഇത് രണ്ടിനെയും കൂടെ ഒരു മനുഷ്യനും സേവിക്കുവാൻ दो കഴിയില്ല. मन के साथ एक मनुष्य दो लोगों की सेवा नहीं कर सकता. രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയം ഒന്നായി തീരണം. दो भागित हुआ मनुष्य का मन को एक होना ही पड़ेगा. അത് ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഒറ്റ ഹൃദയമായി वो തീരണം. जीवित परमेश्वर के लिए एक मन समान बनना होगा. ജീവനുള്ള ദൈവത്തിന് വേണ്ടി അത് ഒരു മനസ്സായി തീരണം. जीवित परमेश्वर के लिए हमें एक मन बनना होगा. അടുത്ത ഒരു ഉദാഹരണം ലോത്തിന്റെ ഭാര്യയെ और നമുക്ക് उसी കാണാം. का उदाहरण लोत की पत्नी से भी दिखता है. അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവം മാക്സിമം പരിശ്രമിച്ചു. उनको बचाने के लिए परमेश्वर ने बहुत ज्यादा परिश्रम किया. അബ്രഹാമിന്റെ വിന്തിയെ കരുതിയിട്ട് ദൈവം അവരെ രക്ഷിക്കുകയാണ്. अब्राहम की धार्मिकता को देखकर उसे बचाने की कोशिश करते हैं. അവരെ സോദോമിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി വിടുകയാണ് ചെയ്യുന്നത്. सोदोम से उन्हें पकड़कर बलपूर्वक निकालते हैं. പക്ഷേ ലോത്തിന്റെ ഭാര്യയുടെ ഹൃദയം സോദോമിനോട് പറ്റിയിരുന്നു. लेकिन लोत की पत्नी का हृदय सोदोम में ही बना रहा. പോയ വഴി തിരിഞ്ഞു നോക്കി, जाते जाते मुड़कर देख लिया. ശരീരം കൊണ്ട് മുൻപോട്ടോടി, മനസ്സുകൊണ്ട് പിറകോട്ടുമോടി. शरीर से वो आगे दौड़ी, मन से तो वो पीछे भागने लगी. അതിന്റെ അപകടമാണ് അവൾ ഉപ്പുതൂണായി തീർന്നത്. उसी का उत्तर से दुर्घटना के रूपी परिणाम रूपी ये वो तो- नमक का खंबा बन जाती है. ഇന്നും അവിടെ വേല കെട്ടിയത് സൂക്ഷിച്ചിട്ടുണ്ട്. आज भी उसको बाड़ा बांध कर संभाले रखा है. ശരീരം കൊണ്ട് അവൾ മുൻപോട്ടോടി, മനസ്സുകൊണ്ട് സോദോമിലേക്ക് ഓടി. शरीर से तो वो आगे दौड़ी लेकिन मन से तो सोदोम की ओर पीछे भागी. അത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാ പറഞ്ഞത് തിരിഞ്ഞു നോക്കാതെ ഓടിക്കണമെന്ന്. और इसलिए परमेश्वर जानता था, इसलिए तो कहा कि मुड़े बिना आगे भागते रहना. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടുക. हमारे आगे जो दौड़ रखे उस स्थिरता से हम दौड़े. അത് പിറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കരുത്. पीछे मुड़कर हम ना देख ले. മൂന്നാമത് ഒരാളെ പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. तीसरे एक व्यक्ति को नए नियम में देखते അത് हैं. പീലാത്തോസ് ആണ്. वो पिलातोस है. യേശു ക്രിസ്തു നിരപരാധിയാണെന്നുള്ള ന്യായം അവനറിയാം. पिलातोस न्यायी जानता है कि यीशु तो निर्दोष है.
ഇസ്രായേൽ ജനത്തെ ഭയപ്പെടുന്നു. इस्राएली लोगों से वो भयभीत हैं। യോഹന്നാന്റെ സുവിശേഷം 19:1-8 വരെ ആ കാര്യം എഴുതിയിട്ടുണ്ട്. यूहन्ना के 19 के 1 से 8 में इन बातों को लिखा गया है അത് വായിച്ചു തീർക്കാൻ നമുക്ക് സമയമില്ലല്ലോ. और वो पढ़कर खत्म करने के लिए समय भी नहीं। യേശു നീതിമാനെന്ന് പീലാത്തോസിനറിയാം. यीशु धर्मी है वो पिलातोस जानता है, വിടുവിക്കണമെന്ന് അവന് താല്പര്യമുണ്ട്. उसे बचा लेने का इच्छा भी है। പക്ഷേ യഹൂദ ജനതയുടെ പേടിയുള്ളത് കൊണ്ട് അതിനവൻ തയ്യാറാകുന്നില്ല. लेकिन यहूदी लोगों से उसको भय है, इसके लिए वो तैयार नहीं होता। ഇരു മനസ്സുകൊണ്ട് പീലാത്തോസ് വളരെ ബുദ്ധിമുട്ടി. दो मन के साथ पिलातोस को बहुत तकलीफ हुआ। അവന് ന്യായം നടത്തുവാൻ കഴിയാതെ പോയി. वो न्याय को कर ही नहीं पाया। അപ്പോൾ ജനത്തെ ഭയപ്പെട്ട് യേശു ക്രിസ്തുവിന് മരണശിക്ഷ ക്രൂശ് മരണം और വിധിക്കുകയാണ്. इसलिए लोगों से भय करते हुए वो यीशु को क्रूसित होने का दंड दे देता है। സത്യമറിയാം, സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. सत्य जानता है लेकिन सत्य में वो स्थिर खड़ा नहीं रह पाया। ഇരു മനസ്സിന്റെ മറ്റൊരു ദോഷമാണ് സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാഴിക. दो मन रखने वालों का एक दूसरा खामी यही है कि सत्यता में वो खड़े नहीं रह पाएंगे। ദൈവത്തെക്കാൾ അധികം ജനത്തെ ഭയപ്പെടുന്നു. लोगों परमेश्वर से ज्यादा लोगों से वो भय मानता है। നാലാമതൊരാൾ ധനികനായ യുവാവിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്നു. मत्ती 19 में धनी का बेटे के बारे में भी कहा गया है। യേശു അവനോട് പറഞ്ഞു, നീ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. यीशु ने उसे कहा, जो कुछ संपत्ति तेरे पास है उसे बेच कर तू मेरे पीछे चलने आ। സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിച്ച അവൻ പോയി കളഞ്ഞു और എന്നാണ് क्योंकि എഴുതിയിരിക്കുന്നത്. उसके पास इतना सारा संपत्ति था वो दुखित होकर वापस चला गया। നിങ്ങൾക്ക് സമ്പത്തിനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കുവാൻ കഴിയുകയില്ല. तुम धन को और परमेश्वर को एक समान सेवा नहीं कर सकते। അല്ലെങ്കിൽ മാമോനെയും ദൈവത്തെയും സേവിപ്പാൻ കഴിയില്ല. धन और परमेश्वर की सेवा तुम नहीं कर सकते। ദൈവം പ്ലസ് സമ്പത്ത് നമ്മുടെ മനസ്സിൽ ഒരുപോലെ പോകയില്ല. परमेश्वर और धन एक साथ हमारे मन में नहीं जा सकता। ഒന്നുകിൽ ദൈവത്തെ സേവിക്കും, या तो परमेश्वर की सेवा करोगे അതല്ലെങ്കിൽ സമ്പത്തിന്റെ സേവ ചെയ്യും. या धन की सेवा करोगे। ധനം വർദ്ധിക്കേണ്ടതിന് വേണ്ടി धन बढ़ने के लिए ഒരു നല്ല കല്ലെടുത്ത് വെച്ചിട്ട് एक अच्छा पत्थर लेकर रखकर അതിന്റെ മീതെ പൈസ കൊണ്ടുവച്ച് പൂജിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. उसके नीचे आसपास पैसा रखकर पूजा करने वाले मनुष्य को मैंने देखा है। അങ്ങനെയുള്ള ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ऐसे एक संसार में आप और हम जीते हैं। തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 4:10 ഒരു മനുഷ്യനെ കുറിച്ച് പൗലോസ് तीमुथियुस പറയുന്നു. के दूसरे पत्र 4 के 10वें कलम में पौलुस एक बात कहता है एक मनुष्य का, ദേമാസ് ലോകത്തെ സ്നേഹിക്കിയാൽ എന്നെ വിട്ടുപോയി എന്ന്. देमास क्योंकि संसार से प्रेम रखने लगा उसने मुझे छोड़ दिया। അപ്പോൾ ഇരു മനസ്സുള്ള ഹൃദയത്തിന് എന്തെങ്കിലും ഒരു കാര്യം അവസാനം और സംഭവിക്കും. दो मन रखने वालों को अंत में कोई ना कोई दुर्घटना तो होता ही है। അതിന്റെ സാധ്യത ഏറെയും ഇതാണ്. उसकी संभावनाएं ज्यादा तो यही है, അവർ ദൈവത്തെ വിട്ടുപോകും. वो परमेश्वर को छोड़ देंगे। ഇതെല്ലാം വെറുതെ ഒരു പടമാണെന്ന് അവർ പറയും. ये सब व्यर्थ की बातें हैं ऐसे कह जाएंगे। സ്വർഗമുണ്ടോ ആര് കണ്ടിട്ടുണ്ട്? स्वर्ग है क्या किसने देखा है? നരകമുണ്ടോ ആര് കണ്ടിട്ടുണ്ട്? नरक है क्या किसने देखा है? നരകവും സ്വർഗവും എല്ലാം ഇവിടെ തന്നെയാണെന്ന് അവർ वो तो പ്രഖ്യാപിക്കും. ये कह जाएंगे कि स्वर्ग और नरक सब इसी पृथ्वी में है। അങ്ങനെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. ऐसे कहने वालों को भी देखा है। വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി ധീരതയോടെ നിന്നിട്ട് ഇങ്ങനെയായി പോയവരെ കണ്ടിട്ടുണ്ട്. विश्वास के लिए वीरता से निकल तो आए लेकिन अंत में ऐसे बन गए हैं। ദേമാസ് ലോകത്തെ സ്നേഹിക്കുകയാൽ പൗലോസിനെ വിട്ടുപോയി, കർത്താവിനെ വിട്ടുപോയി. देमास क्योंकि संसार से प्रेम रखने लगा वो परमेश्वर को पौलुस को छोड़कर चला गया। ഇന്ന് പകലിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. आज सुबह हम अपने हृदयों को जरा परख कर देख लें। നമ്മള് ദൈവസന്നിധിയിൽ ഏക മനസ്സുള്ളവരാണോ? हम क्या परमेश्वर के सन्निधि में एक मन रखने वाले हैं? ഓരോ വ്യക്തികളും അവരവരുടെ ഹൃദയത്തെ വ്യക്തിപരമായി പരിശോധിച്ചു നോക്കുക. एक एक व्यक्ति जो है अपने हृदय को परख कर देख ले। ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? आज मैंने जैसे क्या क्या हमने दो भागित कर दिया अपने मनों ഒരു को। ഭാഗത്ത് ദൈവം, മറു സൈഡില് ലോകം, एक भाग में परमेश्वर दूसरे भाग में संसार, ഒരു ഭാഗത്ത് വിശ്വാസം, ലോകത്തിന്റെ ഭാഗത്ത് അവിശ്വാസം. एक भाग में विश्वास और संसार की बातों
वालों में अविश्वास, അവർക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ वो കഴിയില്ല. परमेश्वर से कुछ प्राप्ति नहीं कर सकते. ഇളകി മറിയുന്ന കടൽ തിര പോലെ എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്. समुद्र की लहरें जो उठती और बैठती है, वैसा है प्रेरित पौलुस कहता है. അങ്ങനെയുള്ള സ്വഭാവത്തെ നമ്മൾ വെറുക്കേണ്ടതാണ്. ऐसे स्वभाव से हमें बैर रखना होगा. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. हमें विश्वास में स्थिर रहना होगा. ദൈവത്തിൽ നമ്മുടെ സമ്പൂർണമായ ആശ്രയം വഹിക്കണം. परमेश्वर में संपूर्ण आश्रय में रखना होगा. നമുക്ക് ഇരു മനസ്സുണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറിപ്പോകട്ടെ. हमारे पास अगर दो मन है तो पूर्ण रीत से हट जाए. നമ്മുടെ ഇരു മനസ്സ് പൂർണ്ണമായി മാറിപ്പോകട്ടെ. हमारा दो मन का विचार हट जाए. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമുക്ക് കഴിയട്ടെ. परमेश्वर पूर्ण रीत से आश्रय कर पाए. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ इन वचनों से അനുഗ്രഹിക്കട്ടെ. परमेश्वर में अनुग्रहित करे.